ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2018 ഒരു ഹൊറർ സർവൈവൽ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ പ്രൈമൽ റേഞ്ച് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സത്യത്തിൽ ഈ ഒരു മൂവി എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞു. അന്നേ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്താണ്, പക്ഷെ മറന്നുപോയിട്ട് ഇപ്പോൾ വീണ്ടും ഈ ഒരു പഴയ മൂവീസ് എല്ലാം കിട്ടുമെന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു മൂവി സത്യത്തിൽ കണ്ടത്. ഓക്കെ, ഇനി എന്തായാലും ഈ ഒരു മൂവി മാറ്റി വെക്കേണ്ട, ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അതേപോലെ തന്നെ ഈ ഒരു ഹൊറർ, സർവൈവൽ, ഫാന്റസി ഈ ഒരു ജനറിൽ പോകുന്ന ഒരു മൂവിയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിയുടെ സ്റ്റോറിയെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല. ഇപ്പൊ ആ ഒരു വൺലൈൻ കേൾക്കാതെ ഫ്രഷോടെ കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുകൊണ്ട് ഈ ഒരു മൂവി ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിലെ മൂവിയിലെ ഹീറോയിൻ തന്റെ ഭർത്താവായിട്ടുള്ള ഹീറോയെ വിളിക്കാൻ വേണ്ടി ജയിലിലേക്ക് പോവാണ്. കാരണം ഇന്നാണ് അവൻ ജയിലിൽ നിന്ന് റിലീസ് ആവുന്നത്. ഹീറോയിൻ അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ അവൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഹീറോയെ കാണുന്നതും അവനെ വണ്ടിയിലേക്ക് കയറ്റി ഇവർ രണ്ടുപേരും തിരിച്ചു വരുമ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല നമ്മുടെ മകൻ എങ്ങനെയുണ്ട്, അവനിപ്പോ പഠിക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ പഠിക്കാൻ പോകുന്നുണ്ട്, ഇപ്പോഴാണ് അവന്റെ സ്കൂളിൽ ചേർത്തത്, അതുപോലെ നിങ്ങളെ പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തും. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇവർ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വണ്ടി നിർത്തി ഹീറോയിൻ ഇപ്പോൾ വണ്ടിയിൽ ഫ്യൂവൽ നിറയ്ക്കാണ്. ആ ഒരു സമയത്ത് ഹീറോ ആണെങ്കിലോ അടുത്തുള്ള ആ ഒരു ഷോപ്പിനകത്തേക്ക് കയറിയിട്ട് എന്തോ ഒരു കാര്യം വാങ്ങിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ കുറച്ച് വേട്ടക്കാരായിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അവരെല്ലാവരും ഇവരെ രണ്ടുപേരെയും നോക്കുന്നു. അതേസമയം ആ ഒരു ഷോപ്പിനകത്താണെങ്കിലും ഒരു പോലീസുകാരൻ ഒരാളുടെ ഫോട്ടോ അയാളെ കാണാനില്ല, അയാളുടെ ഫോട്ടോ എടുത്ത് ആ ഒരു ഷോപ്പിലെ ലേഡിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഈ ഒരാൾ ഈ ഒരു വഴിക്കുമല്ലോ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല സാർ, ഇതുവരെ ഞാൻ അങ്ങനെ ഒരാളെ കണ്ടില്ല എന്ന് പറയുമ്പോൾ ഓക്കെ, കുറെ നാളുകൾക്ക് മുന്നെയാണ് ഇയാളെ കാണാതായത്, അവസാനമായിട്ട് ഇയാളെ കാണുന്നത് ഈ ഒരു പരിസരത്താണ്, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് അയാൾ പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ആ ഒരു ഷോപ്പിലെ അയാൾ പറയുന്നത്, സാർ ഈ ഒരു സ്ഥലത്ത് ബിഗ് ഫൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ മൃഗം ചുറ്റി നടക്കുന്നുണ്ട്, ഒരുപക്ഷെ അതായിരിക്കും അയാളെ കൊന്നത്, അതുകൊണ്ട് നിങ്ങൾ അടുത്തുള്ള ആ ഒരു കാടിനകത്ത് പോയിട്ട് അന്വേഷിച്ച് നോക്ക്, ചിലപ്പോൾ അയാളുടെ ശരീരം കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ ഒരു ബിഗ് ഫൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഗൊറില്ലയുടെ സൈസുള്ള ഒരു ജീവിയാണ്. അത് ഈ ഒരു കാടിനകത്ത് ചുറ്റി നടക്കുന്നതായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെയും ആരും അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല. പക്ഷെ പോലീസുകാരൻ ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാതെ ആ ഒരു നോട്ടീസ് അവിടെയുള്ള നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചു വെച്ച് അവിടെ നിന്ന് പോവാണ്. അയാൾ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കാണ് ആ ഒരു നോട്ടീസ് ബോർഡിലെ ഒരുപാട് പേര് ഇതുപോലെ കാണാതായിട്ടുള്ള ആ ഒരു നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഒരുപാട് പേരെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അങ്ങനെ ഹീറോ ഈ ഒരു ഷോപ്പിനകത്തേക്ക് കയറി ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് അവൻ തിരിച്ചിറങ്ങി വരുമ്പോൾ അവിടെ നിന്ന് ആ ഒരു വേട്ടക്കാരുണ്ടല്ലോ, അതിൽ ചിലര് ഹീറോയിനെ നോക്കി ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവരാണെങ്കിലോ അതൊന്നും വലിയ കാര്യമാക്കാതെ ഇവിടെ നിന്ന് പോയാൽ മതി എന്നും പറഞ്ഞ് വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കാർ ഓടിച്ച് പോകുന്ന സമയത്താണ് ഹീറോ വാങ്ങിയൊരു ബിയർ ഈ ഒരു കാറിനകത്തിരുന്ന് ഇങ്ങനെ കുടിക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് ഹീറോയിന് നല്ല ദേഷ്യമെന്ന് അവൾ പറയുന്നുണ്ട്, ഇത്രയും നാളെ നീ കുടിക്കാതിരുന്നു, വെളിയിൽ വന്നാലെങ്കിൽ ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഇത്രയും നാളെ ഞാൻ ജയിലിനകത്ത് കുടിക്കാതിരിക്കുകയായിരുന്നു, വെളിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണത്തില്ല ഈ ഒരു ആഗ്രഹം എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നല്ല ഇതിൽ വഴക്കുണ്ടാക്കാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് കുറച്ചുകൂടി മുന്നിലേക്ക് എത്തുമ്പോൾ ആ ഒരു വഴിയെ ഒരാളിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അയാളുടെ ദേഹത്തേക്ക് കാർ കൊണ്ടുവന്നൊരു ഒറ്റയിടി. അങ്ങനെ ഹീറോയും പെട്ടെന്ന് അവിടേക്ക് വണ്ടി നിർത്തി ഇവര് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇടികൊണ്ട് ആ ഒരാളുണ്ടല്ലോ അയാളുടെ ശരീരത്ത് ആൾറെഡി ഒരുപാട് ഭാഗങ്ങൾ കാണാനില്ല. ഇപ്പൊ കാർ ഇടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കാര്യം സംഭവിക്കുന്ന ഒരിക്കലും നമുക്ക് പറയാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനു മുന്നേ അയാളെ വേറെ ഏതോ ഒരു മൃഗം അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു മൃഗത്തിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടി വരുന്ന സമയത്തായിരിക്കണം ഹീറോയിൻ ഈ ഒരു കാർ കൊണ്ട് ഇടിച്ചിട്ടുള്ളത്. അങ്ങനെ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ കാറിനടുത്തേക്ക് ഓടി വന്നിട്ട് ഫോൺ എടുത്ത് ഈ ഒരു കാര്യം പോലീസിനെ വിളിച്ച് പറയാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഹീറോ വിടുന്നത് തടയും. എന്നിട്ട് ഹീറോ പറയുന്നത് എന്താണെന്നറിയോ, ഞാൻ ഇപ്പോഴാണ് ജയിലിൽ നിന്ന് പുറത്തു വന്നത്, ഇനി ഈ ഒരു ആക്സിഡന്റ് കേസ് പറഞ്ഞ് പോലീസുകാർ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെയായിരിക്കും അത് പ്രശ്നം, അതുകൊണ്ട് നീ വിളിക്കരുതെന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഹീറോയിൻ അതൊന്നും കേൾക്കാതെ പെട്ടെന്ന് പോലീസിനെ വിളിച്ച് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോഴേക്കാണ് ഹീറോ കാറിന് മുന്നിൽ നിന്നിട്ട് ഈ ഒരു കാടിനുള്ളിലേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു കാര്യം ഇങ്ങനെ നടന്നു പോകുന്നത് പോലെ അതെന്താണെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നതും പെട്ടെന്ന് ആ ഒരു കാടിനകത്ത് നിന്നും ഒരു കല്ല് തെറിച്ച് താഴേക്ക് വീഴുന്നുണ്ട്. അത് ഹീറോയുടെ അടുത്തേക്ക്. പിന്നീടാണ് കാണിക്കുമ്പോൾ ഒരുപാട് കല്ലുകൾ ഹീറോയുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു കാടിനകത്ത് നിന്നും ഈ ഒരു കല്ല് എറിയാണ്. ഇത് കാരണം ഹീറോയിനെ പിടിച്ചിട്ട് അവിടെ കുനിഞ്ഞിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു കല്ല് വരുന്നത് നിൽക്കുന്നു. അങ്ങനെ ഹീറോ പതിയെ തല എത്തിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു കല്ല് വന്ന് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റ ഇടി കൊള്ളുന്നത് ഹീറോ മറിഞ്ഞ് അടുത്തുള്ള ആ ഒരു കുഴിയിലേക്ക് വീഴുന്നു. അങ്ങനെ ഒരുപാട് ദൂരം ഉരുണ്ട് അവസാനം താഴെ കൂടെ പോകുന്ന ഒരു നദിയുണ്ട്, അതിലേക്ക് വന്നങ്ങ് വീഴും. ഇപ്പൊ ഹീറോയ്ക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ പോയ ആ ഒരു വഴിയെ പുറകെ ചെന്ന് നോക്കുമ്പോൾ ഹീറോയ്ക്ക് ബോധമില്ലാതെ അവനിങ്ങനെ ഒഴുകി പോവാണ്. ഇത് കണ്ട ഹീറോയിൻ ഒന്നും ആലോചിക്കത്തില്ല, നേരെ വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. അങ്ങനെ അവനെ പൊക്കിയെടുത്ത് വെള്ളത്തിന് മുകളിലേക്ക് വരുമ്പോൾ ഈ നദിയിൽ നല്ല ഒഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം ഒഴുകി പോകുന്നതും ഹീറോയിൻ അവസാനം ഒരു കമ്പിൽ പിടിച്ച് ഒരു വിധത്തിൽ ഹീറോയെ വലിച്ചെടുത്ത് കരയിലേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ കുറെ നേരം വെള്ളത്തിൽ കിടന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ബോധം പോയി. അങ്ങനെ അവനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവസാനം അവന് ശ്വാസമെല്ലാം കൊടുത്തിട്ട് അവനിപ്പോൾ ബോധം വന്ന് എഴുന്നേൽക്കുന്നതും ഇപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇത്രയും നേരം ഇവർ വെള്ളത്തിലായതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്, ഇവർക്ക് വിറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം ഇവിടെ ഹീറോയിന്റെ കാറിനടുത്ത് കാണിക്കുമ്പോൾ ഇപ്പൊ അവരുടെ കാറിന് പുറകിലായിട്ട് എന്തോ ഒരു വലിയ രൂപം, കണ്ടിട്ടൊരു കുരങ്ങിനെ പോലെ ഇരിക്കുന്നു.
അതുപോലെയാണ് ആ ഒരു ശരീരമെല്ലാം കാണുന്നത്. എന്നിട്ട് ഇത് നേരെ ആ ഒരു കാറിനടുത്തേക്ക് നടന്നു വന്ന ആ ഒരു കാർ തള്ളി ആ ഒരു നദിയുണ്ടല്ലോ അതിലേക്ക് തള്ളി അങ്ങ് വിടുന്നു. അത് കഴിഞ്ഞ് ഹീറോയിൻ ഒരുത്തനെ കാർ കൊണ്ടുവന്ന് ഇടിച്ചല്ലോ, അവന്റെ ശരീരം അവിടെ കിടക്കുമായിരുന്നു. ഇപ്പൊ ആ ഒരു ശരീരവും വലിച്ചെടുത്ത് കാടിനുള്ളിലേക്ക് തന്നെ നടന്നു പോകുന്നുണ്ട്. അതേസമയം ഇവിടെ താഴെ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും നല്ലതുപോലെ തന്നെ തണുക്കുന്നത് കൊണ്ട് ഇവിടെ അടുത്തായിട്ട് ചെറിയൊരു ഗുഹയുണ്ട്. അതിനടുത്തേക്ക് പോയിട്ട് അതിനകത്ത് തീയെല്ലാം കൂട്ടിയിട്ട് അവർ തണുപ്പ് മാറാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഡ്രസ്സാണെങ്കിലോ അഴിച്ച് അത് ഉണങ്ങാൻ വേണ്ടി ആ ഒരു പാറയുടെ മുകളിലേക്ക് ഇങ്ങനെ ഇടുന്നു. അതേസമയം ഇവിടെ ആ ഒരു പട്ടണത്തിൽ കാണിക്കുമ്പോൾ ഈ ഒരു പോലീസുകാരൻ ആ ഒരു സ്റ്റേഷനടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെ നിന്ന് ലേഡി, അതെ സാർ, എന്റെ ഭർത്താവിന് ഇതുവരെ ഇങ്ങനെ കണ്ടുപിടിച്ചോ, അദ്ദേഹത്തിനെ കാണാതായിട്ട് തന്നെ ഒരുപാട് ദിവസമായി എന്നെല്ലാം പറഞ്ഞിട്ട് അവർ ഒരുപാട് കരയുമ്പോൾ ഇപ്പൊ ആ ഒരു പോലീസുകാരൻ അവരോട് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ ഭർത്താവിനെ എന്തായാലും കണ്ടുപിടിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോലീസുകാരൻ നേരെ സ്റ്റേഷനകത്തേക്ക് കയറി വരും. അപ്പോഴേക്കാണ് അതിനകത്ത് മറ്റൊരു പോലീസുകാരിയിരിക്കുന്നു. അപ്പൊ ആ ഒരു പോലീസുകാരനോട് ഇയാൾ ചോദിക്കും, അല്ല നിനക്ക് ഈ ഒരു ബിഗ് ഫുട്ട് അതിനെപ്പറ്റി എന്തെങ്കിലും കാര്യം അറിയോ, അതിനെ നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പോലീസുകാരൻ പറയും, ഈ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ പറയുന്നത് പോലെ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല, പക്ഷേ പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിക്കാതിരിക്കാനും കഴിയത്തില്ല എന്നുള്ള രീതിയിൽ അയാൾ ഇങ്ങനെ പറയാണ്. അതേസമയം ഒരു പോലീസുകാർ ഇതിനകത്തേക്ക് കയറി വന്നിട്ട്, സാർ എനിക്കിപ്പോൾ ഒരു കോൾ വന്നതേ ഉള്ളൂ, ഈ ഒരു കാടിൻ്റെ അകത്തൊരു ലേഡി ആരെയും ഒരാളെ കാർ കൊണ്ട് ഇടിച്ചു എന്നും പറഞ്ഞിട്ട്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് ഒന്ന് പോയി നോക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ പോലീസുകാരൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കാറും എടുത്ത് ഹീറോയിൻ്റെയൊക്കെ കാർ കിടന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടേക്ക് വന്നിങ്ങനെ നോക്കുകയാണ്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും കാറും ഇല്ല, അവരെയും കാണാനില്ല. അപ്പോഴേക്കാണ് ആ ഒരു കാറിൻ്റെ ടയറിൻ്റെ പാട് കാണുന്നത്. ഇത് ഫോളോ ചെയ്ത ആ ഒരു പോലീസുകാരൻ ഈ ഒരു കാറ് വെള്ളത്തിൽ വീണ് കിടക്കുന്ന ആ ഒരു കാര്യം കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കാർ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇപ്പോൾ ആ ഒരു കാർ മുകളിലേക്ക് വലിച്ചെടുക്കുമ്പോഴത്തേക്കും അന്ന് രാത്രിയായിരുന്നു. അങ്ങനെ കാർ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവർ അതിനകത്തുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിനും രണ്ടുപേരുടെ ഫോട്ടോ കണ്ടിട്ട് ഇപ്പോൾ ആ ഒരു പോലീസുകാരൻ അയാളുടെ അസിസ്റ്റന്റ് ഉണ്ട് അവനോട് പറയും, ഓക്കെ ഈ ഒരു കേസ് നീ തന്നെ ഡീൽ ചെയ്യ്, നിന്റെ കഴിവ് എന്താണെന്നൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞ് ആ ഒരു കേസ് അയാളെ ഏൽപ്പിക്കുകയാണ്. അതേസമയം ഇവരെ രണ്ടുപേരാണെങ്കിലോ ആ ഒരു ഗുഹയ്ക്കകത്ത് തന്നെ തീയെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ അവർ പറയുന്നുണ്ട്, ഇത് സംഭവിക്കാൻ കാരണം നമ്മൾ രണ്ടുപേരും വഴക്കിട്ടത് കൊണ്ടാണ്, അതുകൊണ്ട് ഒരിക്കലും ഇനി വഴക്കിടാൻ ശ്രമിക്കരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അന്ന് രണ്ടുപേരും ആ ഒരു ഗുഹയ്ക്കകത്ത് തന്നെ കിടന്ന് ഉറങ്ങുന്നു. അത് കഴിഞ്ഞ അടുത്ത ദിവസം ഹീറോയിൻ കണ്ണുറക്കുന്നതും അവൾ ഇന്നലെ ഇടിച്ചല്ലോ ഒരുത്തനെ അവനിപ്പോൾ പകുതി മുഖമായിട്ട് അവളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ പെട്ടെന്ന് അലറി വിളിക്കുമ്പോഴത്തേക്കാണ് അത് സ്വപ്നമായിരുന്നു. അപ്പോൾ ഹീറോ ഇത് കേട്ടിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ല സ്വപ്നം കണ്ടതാണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഗുഹയുടെ വെളിയിലേക്ക് വന്നിട്ട് അവർ ഉണങ്ങാനിട്ട് ആ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ അത് നോക്കുമ്പോഴത്തേക്ക് അതവിടെ കാണുന്നില്ല. അപ്പോൾ ഹീറോയും പറയും, അല്ല ഇതെവിടെ പോയി, നമ്മൾ രണ്ടുപേരല്ലേ ഈ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എങ്ങനെ ഈ ഒരു ഡ്രസ്സല്ലേ ഇവിടെ നിന്ന് പോകും എന്നുള്ള രീതിയിൽ അവളിങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഓക്കെ നീ ഏതായാലും സമാധാനപ്പെട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു സ്ഥലത്ത് നിന്ന് പോവാം എന്ന് പറഞ്ഞ് അവൻ്റെ ആ ഒരു ടീഷർട്ട് എടുത്ത് അവൾക്ക് ഇട്ടുകൊടുക്കും. എന്നിട്ട് ഇവർ രണ്ടുപേരും തിരിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഇന്നലെ ഒഴുകി വന്നല്ലോ ആ ഒരു വഴിയെ തന്നെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങുമ്പോൾ നദിയിൽ നല്ല വെള്ളമുണ്ട്, നല്ല ഒഴുക്കുമുണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് പോകാനുള്ള ആ ഒരു വഴി മുഴുവനായിട്ട് നല്ല പാറയും കുഴിയൊക്കെ ഉള്ള ഭാഗമായതുകൊണ്ട് തന്നെ അതിൽ അവർക്ക് പോകാൻ കഴിയത്തില്ല. അപ്പോൾ ഹീറോ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാടിലൂടെ നടന്ന് എങ്ങനെയെങ്കിലും ആ ഒരു റോഡ് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു കാടിനുള്ളിലൂടെ നടക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ കാടിനകത്ത് കയറി കഴിഞ്ഞാൽ കറക്റ്റ് വഴി അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാടിനകത്ത് പെട്ടുവും. അതുപോലെയാണ് അങ്ങനെ രണ്ടുപേരും നടന്നു പോകുമ്പോൾ ഇവരുടെ പിറകെ തന്നെ എന്തോ ഒരു രൂപ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർക്കത് കാണാൻ കഴിയുന്നില്ല, കാരണം ഇവർ നടന്നു പോകുന്ന ആ ഒരു മരത്തിന് അടുത്തായിട്ട് തന്നെ അത് നിൽപ്പുണ്ട്. ഈ ഒരു ഓന്തെല്ലാം നിറം മാറുമല്ലോ, അതുപോലെ തന്നെ ഇത് നിറം മാറുന്നതുപോലെ അങ്ങനെ ഒരു കഴിവ് അതിനുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ അത്ര അടുത്ത് നിന്നിട്ട് പോലും അവരത് കാണുന്നില്ല. അങ്ങനെ രണ്ടുപേരും നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു വെടിവെച്ച് ഇങ്ങനെ കേൾക്കുന്നു. ഇത് കേൾക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും പേടിച്ചിട്ട് അവിടെ ഒളിച്ചിരിക്കുമ്പോഴത്തേക്കാണ് കുറേ ദൂരെയായിട്ട് ഇവർ ആ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടല്ലോ കുറച്ച് വേട്ടക്കാർ, അവർ ഈ ഒരു കാടിനകത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഹീറോ പറയും, ശരി അവരോട് പോയി സഹായം ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് റോഡിലേക്ക് എത്താമെന്ന് പറയുമ്പോൾ ഹീറോയിൻ ആദ്യം പേടിക്കും, കാരണം അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഹീറോ പറയും, ഇതല്ലാതെ നമുക്കിപ്പോൾ വേറെ മാർഗ്ഗമില്ല, നീ എന്തായാലും അവിടെ ഒളിച്ചിരിക്കുന്നു പറഞ്ഞ് അവളെ അവിടെ ഇരുത്തി ഹീറോ ഇപ്പോൾ പതിയെ എഴുന്നേറ്റിട്ട് ഇവരുടെ അടുത്തേക്ക് നടന്നു ചെന്ന്, ഹേയ് ഞാൻ ഈ ഒരു കാടിനകത്ത് പെട്ടുപോയി, നിനക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഹീറോയെ കണ്ട ഉടനെ അവരെല്ലാവരും ചിരിക്കും. അപ്പോൾ ഹീറോ പറയും, ഇത്തിരി സീരിയസ് ആണ്, എനിക്കൊരു ഫോൺ തന്നാൽ മതി, ഞാൻ ആരെങ്കിലും സഹായത്തിനായിട്ട് വിളിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയും, സോറി ഈ ഒരു കാടിനകത്ത് ഫോണൊന്നും വർക്കാവത്തില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു വേട്ടയ്ക്ക് ഇറങ്ങുമ്പോൾ ഫോണൊന്നും കൊണ്ടുവരാറില്ല, വേണമെന്നുണ്ടെങ്കിൽ റേഡിയോ ഉണ്ട് അത് മതിയോ എന്ന് ചോദിക്കുമ്പോൾ അതായാലും മതി എന്ന് പറയുന്നത്. ഹീറോ അതെടുത്ത് ആരെയും വിളിക്കാൻ ഇങ്ങനെ ട്രൈ ചെയ്യാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിൻ ഇവിടെ ഒളിച്ചിരിക്കുകയല്ലേ, അപ്പോഴേക്കും അവളുടെ പിറകെ ആ ഒരു വലിയ രൂപം അങ്ങനെ വന്നിട്ട് അവൾ പോലും അറിയാതെ അവളുടെ മുടി മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് അവൾ ആ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നിനെ കാണുന്നില്ല. പക്ഷെ ഈ ഒരു കാര്യം കൂടി ആവുന്നത് ഹീറോയിൻ നല്ലതുപോലെ പേടിച്ച് അവിടെ ഇരിക്കാതെ അങ്ങനെ ഓടി ഇവരുടെ മുന്നിലേക്ക് വരും. അപ്പോൾ ഹീറോയിൻ ഓടി ഇവരുടെ മുന്നിലേക്ക് വരുന്നതും അവൾ അതുപോലെ തന്നെ ഡ്രസ്സ് ചെയ്തേക്കുന്നത് കൊണ്ട് ഇവരെല്ലാവരും ഒരു വല്ലാത്ത രീതിയിലാണ് അവളെ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ ഇവരുടെ ലീഡറായിട്ടുള്ള ഒരുത്തനുണ്ട്, അവൻ എന്തോ നല്ല മനസ്സുള്ള ഒരുത്തനാണെന്ന് തോന്നുന്നു.
അവൻ പെട്ടെന്ന് അവന്റെ ജാക്കറ്റ് എടുത്ത് ഹീറോയിൻ ഇട്ട് കൊടുത്തിട്ട് ശരി ബാ നിങ്ങൾ എന്തായാലും മുകളിലേക്ക് കൊണ്ടുപോകാന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരെ അങ്ങനെ കൊണ്ടുപോവാണ്. അതേസമയം ഇവിടെ ആ ഒരു പോലീസുകാരനെ കാണിക്കുമ്പോൾ ആ ഒരു പോലീസുകാരൻ്റെ അടുത്തേക്ക് ആ ഒരു അസിസ്റ്റന്റ് വന്നിട്ട് സാർ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ആ ഒരു സ്ഥലം മുഴുവനായിട്ട് നല്ലതുപോലെ അന്വേഷിച്ചു. ഈ ഒരു കാർ സത്യത്തിൽ ആ ഒരു തള്ളിയിട്ടതാണ്. പക്ഷെ അതൊരിക്കലും ഒരു മനുഷ്യനല്ല. കാരണം കാറിന്റെ പിറകിലെ വലിയ നഖങ്ങളുടെ പാടുണ്ടായിരുന്നു. അത് സാധാരണ ഒരു മൃഗത്തിൻ്റെതല്ല. എനിക്ക് തോന്നുന്നു അത് ബിഗ് ഫുട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജീവിയുടേതായിരിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു പോലീസുകാരൻ ഇത് വിശ്വസിക്കുന്നില്ല. പോലീസുകാരൻ പറയുന്നത് ഈ ബിഗ് ഫുട്ട് എന്ന് പറയുന്നതെല്ലാം വെറും ഒരു കെട്ടുകഥ മാത്രമാണ്. അതുകൊണ്ട് ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നീ മര്യാദയ്ക്ക് പോയിട്ട് നല്ലതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടുപിടിച്ചിട്ട് വരാൻ പറയും. അതേസമയം ഇവിടെ കാടിനുള്ളിൽ ഇവരെല്ലാവരും നടന്നു പോകുമ്പോഴത്തേക്കും ഈ കൂടുതലുള്ളവന്മാർ വീണ്ടും നമ്മുടെ ഹീറോയിനെ മോശമായിട്ടല്ല ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കളിയാക്കി ഇവർ ചിരിക്കാൻ തുടങ്ങുന്നതും ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്ന് ഇവരെ അടിക്കാനായിട്ട് നിൽക്കും. പക്ഷെ അവരുടെ കയ്യിലാണെങ്കിൽ ഈ ഒരു കോടാലി തോക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അധികം അങ്ങനെ ഒന്നും ചെയ്യാനും കഴിയത്തില്ല. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിന്റെ ലീഡർ ഇവരെ നോക്കിയിട്ട് പറയും ശരി നമുക്ക് എന്തായാലും ഒരുമിച്ച് പോകണ്ട, 2 ടീമായിട്ട് പിരിഞ്ഞു പോവാം എന്ന് പറഞ്ഞ് ഇവർ പോവാനായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു ഗ്രൂപ്പിലുള്ള ഒരുത്തൻ മരത്തിന് പുറകിലായിട്ട് എന്തോ ഒരു അനക്കം കേൾക്കുന്നു. ഹേയ് ഞാൻ അവിടെ ഒരു കാര്യം കണ്ടു എന്ന് പറയുമ്പോൾ അത് ബിഗ് ഫുട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജീവി തന്നെയാണ്. പക്ഷെ ഇത് മരത്തിന്റെ ആ ഒരു നിറത്തിൽ പെട്ടെന്ന് മറഞ്ഞങ്ങ് പോകുന്നുണ്ട്. ഇല്ലില്ല ഞാൻ അതിനെ അവിടെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതും പെട്ടെന്ന് ആ ഒരു ഗ്രൂപ്പിലുള്ള ഒരുത്തന്റെ കഴുത്തിലേക്ക് ഒരു അമ്പ് വന്നങ്ങ് തറച്ചു കയറുന്നതും ഇവരിപ്പോൾ 2ആയിട്ട് പിരിഞ്ഞത് കൊണ്ട് തന്നെ ഒരു ടീമിൽ ഒരു 3 പേരാണ് ഇങ്ങനെ നടന്നു പോകുന്നത്. അതിലൊരുത്തൻ മരിച്ചു. രണ്ടാമത്തവൻ അങ്ങനെ നിൽക്കുമ്പോൾ അവന്റെ കഴുത്തിലൂടെ ഒരു അമ്പ് കൊണ്ട് അവൻ ആ ഒരു മരത്തിലേക്ക് തറച്ചിരിക്കും. അവനാണെങ്കിൽ അലറി വിളിക്കാനും കഴിയുന്നില്ല. കാണിക്കുമ്പോഴത്തേക്കാണോ ആ ഒരു മൃഗം ഉണ്ടല്ലോ അത് പതിയെ നടന്ന് അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ കഴുത്തിൽ അങ്ങനെ പിടിച്ച് കൊടൂരായിട്ട് തന്നെ അവനെ കൊല്ലുന്നു. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ ഒരുത്തനും കൂടിയുണ്ട്. അവനിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും കൂടെയുള്ള 2 പേരെയും കാണാനില്ല. അപ്പൊ ഇവനാണെങ്കിൽ നല്ലതുപോലെ പേടിക്കാൻ തുടങ്ങി. അവനിപ്പോൾ അവരോട് പറയുന്നുണ്ട് ഏയ് നിങ്ങൾ എങ്ങനെ തമാശ കാണിക്കരുത്, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. 2 പേരും പുറത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് വിളിച്ചതിനെ കരയുന്നുണ്ടെങ്കിലും അവരുടെ 2 പേരുടെ ശരീരം അത് വലിച്ചെടുത്തുകൊണ്ട് പോയെന്ന് തോന്നുന്നു. അതുപോലെ ഇപ്പോൾ ആ ഒരു ബിഗ് ഫുട്ട് കരയുന്ന ആ ഒരു ശബ്ദവും കേൾക്കുന്നുണ്ട്. പക്ഷെ ഇവൻ ചുറ്റിനും നോക്കുമ്പോൾ എവിടെയും കാണുന്നില്ല. ഈ ഒരു ശബ്ദം കൂടി കേട്ട് ഇവൻ പേടിച്ച് ഓടാൻ തുടങ്ങും. അങ്ങനെ നല്ല വേഗതയിൽ ഓടുമ്പോഴത്തേക്കും ഒരു മരങ്ങളും എല്ലാം മറിഞ്ഞിടക്കല്ലേ അതിൽ കാല് തട്ടി തെറിച്ചു വന്ന് വീഴുമ്പോൾ ഇവന്റെ കൈ തറയിലിടിച്ചിട്ട് നല്ലതുപോലെ ഒടിയുകയും ചെയ്യുന്നു. അത് മുറിഞ്ഞിട്ട് ഒരുപാട് രക്തവും വരുന്നുണ്ട്. അങ്ങനെ അവൻ എഴുന്നേറ്റ് ഇപ്പോൾ കരയാനും പോലും കഴിയാതെ പേടിച്ചൊരു മരത്തിന്റെ പുറകിലായിട്ട് ഒളിച്ചിങ്ങനെ നിൽക്കാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മൃഗം ബിഗ് ഫുട്ട് എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ അവന്റെ അടുത്തേക്ക് നടന്നു വന്ന് ഒരു കോടാലി എടുത്ത് അവൻ അലറി വിളിക്കുന്നതിന് മുന്നേ അവന്റെ തലയിലേക്ക് ഒരു ഒറ്റ വിട്ട് എന്നിട്ട് തല മാത്രം അങ്ങനെ വെട്ടിയെടുത്ത് അവിടെ നിന്ന് നടന്നങ്ങ് പോവാണ്. ഇവിടെ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനും. അവരെ കാണിക്കുമ്പോഴത്തേക്ക് ഇവന്മാരെല്ലാവരും ഹീറോയിനെ ഓരോന്ന് പറഞ്ഞിട്ട് വീണ്ടും കളിയാക്കി തന്നെ ഇങ്ങനെ പോവാണ്. പക്ഷേ ഹീറോയ്ക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ ഒരു അവസ്ഥയിലായിപ്പോയി. അങ്ങനെ എല്ലാവരും നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു അമ്പ് അതിലുള്ള ഒരുത്തന്റെ വായിലൂടെ പൊത്ത് ഈ തലയുടെ പുറകിലൂടെ വെളിയിലേക്ക് വരുന്നു. ഇത് കണ്ട എല്ലാവരും പെട്ടെന്ന് തോക്കെടുത്തിട്ട് ചുറ്റിനിങ്ങനെ നോക്കാണ്. എന്താണ് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഈ ഒരു ഗ്രൂപ്പിലുള്ള ഒരുത്തന് മാത്രം ആ ഒരു ബിഗ് ഫുട്ടിനെ കാണാൻ കഴിയുന്നുണ്ട്. അവൻ അതിനെ എയിം ചെയ്ത് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് ഓടി ഓടി ഇങ്ങനെ പോവാണ്. പക്ഷെ ബാക്കിയുള്ള ആർക്കും അതിനെ കാണാനും കഴിയുന്നില്ല. ഇവനാണെങ്കിൽ അതിനെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും കൂടെയുള്ളവർ ചോദിക്കുന്നുണ്ട് അല്ല നിനക്കെന്താ ഭ്രാന്താണോ, അവിടെ നിന്ന് ഒന്നുമില്ലാതെ നീ വെറുതെ മരത്തിലേക്ക് എന്തിനാ ഷൂട്ട് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവനാണെങ്കിലോ ഏയ് ഞാൻ എന്തായാലും അതിനെ കണ്ടു, ഇന്ന് എന്തായാലും അതിനെ കൊല്ലാതെ ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ അങ്ങോട്ട് കാട്ടി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇവരുടെ ടീമിലുള്ള ഒരുത്തന്റെ കയ്യിലേക്ക് ബുള്ളറ്റ് കൊള്ളും. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയുടെ ദേഹത്തും. അങ്ങനെ ഹീറോ നേരെ താഴേക്ക് വീഴുമ്പോൾ ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട് ഇല്ലില്ല നിനക്കൊന്നും സംഭവിക്കില്ല, നിന്നെ ഞാൻ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞിട്ട് അവൾ നല്ലതുപോലെ കരയാണ്. ഇവിടെ അവർ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ അവൻ ഇപ്പോഴും നിർത്താതെ ഷൂട്ട് ചെയ്ത് അവസാനം ആ ഒരു ബുള്ളറ്റ് അങ്ങ് തീർന്നുപോയി. അങ്ങനെ ഇവൻ നിൽക്കുമ്പോഴത്തേക്കാണ് അത് മനസ്സിലാക്കിയ ആ ഒരു ബിഗ് ഫുട്ട് നല്ല വേഗതയിൽ ഓടി വന്നിട്ട് അതിന്റെ നഖം വെച്ച് അവന്റെ കഴുത്തങ്ങ് മുറിച്ചിട്ട് പോകും. അവൻ ആ ഒരു സ്പോട്ടിൽ തന്നെ അവിടെ വെച്ച് മരിച്ചു വീഴാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി നമ്മുടെ ഹീറോയെ നേരിട്ട് കാണുന്നതും പേടിച്ചൊരു ഒറ്റ ഓട്ടം നല്ല വേഗതയിൽ ഓടുന്നുണ്ട്. കുറേ ദൂരം ഓടിയതിനു ശേഷം അവിടെ വലിയൊരു മരത്തിന്റെ വേരെങ്ങനെയുണ്ട് ഒളിച്ചിരിക്കാൻ പറ്റിയൊരു രീതിയിലാണ്. അത് കാണുമ്പോൾ അവൾ അതിനകത്തേക്ക് കയറി ഒളിച്ചിങ്ങനെ കിടക്കാണ്. അതിനകത്തേക്ക് കയറി കിടക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് മറ്റൊരുത്തനും ഉണ്ട്. ഇവനാണെങ്കിൽ ഹീറോയും വരുന്നത് കണ്ട് പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കുന്നതും ഓക്കെ നമുക്ക് മിണ്ടാതിരിക്കാന്ന് പറഞ്ഞ് 2 പേരും അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു ബിഗ് ഫുട്ട് ഇവരുടെ ആ ഒരു ശബ്ദം കേട്ട് ആ മരത്തിന്റെ മുകളിലേക്ക് വന്ന ആ ഒരു മുട്ടത്തലേനെ പൊക്കിയെടുത്ത് അവനെ പിടിച്ചു വെക്കുന്നതും ഇവനാണെങ്കിൽ പേടി കാരണം അലറി വിളിക്കാൻ തുടങ്ങും. ഈ ബിഗ് ഫുട്ട് ആണെങ്കിൽ അവന്റെ വായിൽ അങ്ങനെ പിടിച്ചിട്ട് അവനെ വലിച്ചങ്ങ് കീറി കൊല്ലുകയാണ്. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ പിന്നെയും ഓടാൻ തുടങ്ങും. അങ്ങനെ നല്ല വേഗതയിൽ ഓടുമ്പോഴത്തേക്കും ഈ ഒരു ബിഗ് ഫുട്ട് അവളുടെ പിറകെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ ഒരുപാട് ദൂരം ഓടാൻ കഴിയുന്നില്ല. അങ്ങനെ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ കയ്യിൽ ഒരു അമ്പുണ്ട്, അതെടുത്ത് ഹീറോയിന്റെ കാലിലേക്ക് വിട്ടുകൊടുക്കും. ഹീറോയിൻ ഇപ്പൊ അമ്പ് കൊണ്ട് താഴേക്ക് വീഴുന്നതും ഇത് പതിയെ നടന്ന അടുത്തേക്ക് വന്നിട്ട് അവളെ പൊക്കിയെടുത്ത് തോളിലേക്ക് ഇട്ട് അത് കഴിഞ്ഞ് നേരെ ഹീറോയുടെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടെ നമ്മുടെ ഹീറോയിനെ കൊണ്ട് കിടത്തി ഹീറോയെ കൊല്ലാൻ വേണ്ടി അവന്റെ തല ഇങ്ങനെ പിടിക്കുന്നതും പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഹീറോയിനെ കാണുമ്പോൾ തന്നെ അത് അവനെ വെറുതെ വിട്ടിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ ഈ ഒരു വേട്ടക്കാരുടെ ലീഡർ ഉണ്ടല്ലോ
അയാൾ ഇപ്പോഴും മരിച്ചിട്ടില്ലായിരുന്നു. അയാളുടെ പുറകെ തന്നെ നിന്ന് ഈ ഒരു ബിഗ് ഫുട്ടിന്റെ തോളിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇതിനാണെങ്കിലോ നല്ല ദേഷ്യം വന്നിട്ട് അങ്ങനെ തിരിഞ്ഞ ആ ഒരു ലീഡറിന്റെ അടുത്തേക്ക് വന്ന് അയാളുടെ മുഖത്തേക്ക് ഒരു ഒറ്റയിടി. അയാളുടെ ബോധം പോയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ എടുത്ത് തോളിലിട്ട് അയാളെ വലിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ പോവാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ ഈ ഒരു കാര്യങ്ങളെല്ലാം പകുതി മയക്കത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്ത് ഇപ്പൊ അടുത്തത് കാണിക്കുമ്പോൾ ഈ ഒരു സ്റ്റേഷനിലെ ആ ഒരു ഷെരീഫിന്റെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ, അവരിപ്പോ ആ ഒരു പോലീസുകാരനെ കൂട്ടിയിട്ട് ഈ ഗ്രാമത്തിന്റെ ഉൾഭാഗങ്ങളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. കാരണം അവിടെയാണ് ഈ ഒരു പഴയ ആളുകളൊക്കെ താമസിക്കുന്നത്. അതുമല്ല ഇന്ന് രാത്രി അവിടെ എന്തോ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നുണ്ട്. ഏതോ ഒരാൾക്കൊരു ക്യാൻസർ ബാധിച്ചിട്ട് അയാളുടെ ക്യാൻസർ മാറ്റാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു ചടങ്ങാണ്. ഇവിടെയുള്ളവര് ഇതുപോലെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിലൊന്നും കൊണ്ടുപോകത്തില്ല. ഇങ്ങനെ ഈ ഒരു ചടങ്ങുകളൊക്കെ ചെയ്തായിരിക്കും അത് മാറ്റുന്നത്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അസിസ്റ്റന്റ് ഈ പോലീസുകാരനെ കൂടി ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്ത് വീണ്ടും ഇവിടെ കാടിനുള്ളിൽ കാണിക്കുമ്പോൾ ഹീറോ ഇപ്പോൾ പകുതി മയക്കത്തിൽ കിടക്കുകയാണല്ലോ. അപ്പോഴാണ് അവന്റെ അടുത്തേക്ക് ഏതോ ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു വരുന്നു. കണ്ടിട്ടൊരു മന്ത്രവാദിനി ലുക്കുണ്ട്. അങ്ങനെ അവിടെ മരിച്ചു കിടക്കുന്ന എല്ലാവരുടെ അടുത്തേക്ക് അവരൊരു തള്ളുവണ്ടിയുണ്ട്. അതും കൊണ്ടുവന്ന് എല്ലാവരും മരിച്ചില്ലേന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇപ്പോൾ ഹീറോ മരിക്കാത്തത് കൊണ്ട് തന്നെ അവനെ എടുത്ത് ആ ഒരു വണ്ടിയിലേക്ക് ഇട്ട് അവനെ കൊണ്ട് നേരെ അവരുടെ വീടിനടുത്തേക്ക് പോവാണ്. കാണിക്കുമ്പോഴത്തേക്കാണ് അവർ ആ ഒരു മന്ത്രവാദിനി തന്നെയാണ്. കാരണം മരിച്ചുപോയവരുടെ എല്ല്, മൃഗങ്ങളുടെ എല്ല്, ഇങ്ങനെ പല കാര്യങ്ങളും ആ ഒരു വീട്ടിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോയെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതാണോ എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരിക്കലും അല്ല. അവന്റെ ആ ഒരു ബുള്ളറ്റ് ഇപ്പോൾ പുറത്തെടുത്ത് അവന് കഴിക്കാനായിട്ട് എന്തോ ഒരു പച്ചമരുന്നെല്ലാം കൊടുത്ത് അത് കഴിഞ്ഞ് ആ ഒരു മുറിവിൽ മരുന്നെല്ലാം വെച്ചിട്ട് അത് തയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുമ്പോഴത്തേക്കും ആ ഒരു ബിഗ് ഫുട്ടിനെ കാണിക്കുമ്പോൾ ഇപ്പൊ അത് താമസിക്കുന്ന ആ ഒരു ഗുഹയുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ ഹീറോയിനെ കൊണ്ടുവന്ന് കിട്ടിയിട്ടേക്കുന്നു. അവൾ കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവളുടെ അടുത്ത് ആ ഒരു ഗ്രൂപ്പിന്റെ ലീഡർ ഉണ്ട്. അയാൾ ഇപ്പോഴും മരിച്ചിട്ടില്ല. അതേപോലെ തന്നെ മരിച്ചവരുടെ ശരീരം ഉണ്ടല്ലോ, അതും ഈ ഒരു ഗുഹയ്ക്കകത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാതെ ഹീറോയിൻ അയാളെ നോക്കിയിട്ട് ഹേയ് ഇതേതാ സ്ഥലം എന്നെല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോൾ അയാൾക്ക് ഒന്നും അറിയാതെ ഇങ്ങനെ കിടക്കാണല്ലോ. അങ്ങനെ ഇവർ സംസാരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു ബിഗ് ഫുട്ട് അതകത്തേക്ക് കയറി വരുന്നത്. എന്നിട്ട് ആ ഒരു ലീഡറിന്റെ അടുത്തേക്ക് വന്ന് അതിന്റെ നഖം വെച്ച് തന്നെ അയാളുടെ ശരീരം വലിച്ചു കീറി ഈ ശരീരത്തിനകത്തുള്ള ഭാഗങ്ങളുണ്ടല്ലോ അതെല്ലാം വലിച്ചെടുത്ത് വെളിയിലേക്ക് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഉള്ളിലേക്ക് കയറി വരികയാണ്. ഇത്തവണ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക്. ഇത്തവണ നമ്മുടെ ഹീറോയിനെയും അതുപോലെ കൊല്ലുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കാണ് ഇത് നേരെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് അവളുമായിട്ട് റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നു. അതേസമയം ഇവിടെ ആ ഒരു ഗ്രാമത്തിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഷെഡിനകത്ത് തീയെല്ലാം കൂട്ടിയിട്ടിട്ട് അതിനകത്താണ് ആ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് നമ്മുടെ പോലീസുകാരൻ, അയാളുടെ അസിസ്റ്റന്റ് എല്ലാവരും അകത്തിരിപ്പുണ്ട്. അതേപോലെ തന്നെ അവിടെയുള്ള ഒരു സ്ത്രീ എന്തോ ഒരു മദ്യമാണെന്ന് തോന്നുന്നു അതെടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് എല്ലാവരും ചടങ്ങ് സമയത്ത് ഈ ഒരു കാര്യം കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എല്ലാവർക്കായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ ആ ഒരു പോലീസുകാരൻ അത് കഴിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അസിസ്റ്റന്റ് പറയും, സാർ അവര് തന്നതല്ലേ, വേണ്ടെന്ന് പറയാൻ പാടില്ല, കഴിക്കാൻ പറയുമ്പോൾ എങ്ങനെയെങ്കിലും അതങ്ങ് കുടിച്ചിറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരാൾക്കാർ എന്തോ ഒരു പാട്ട് പോലെ ഇങ്ങനെ പാടുന്നത്. അപ്പൊ ഈ ഒരു ശബ്ദവും ഇത് കുടിച്ചതിന്റെ ആ ഒരു തലകറക്കം ഇതെല്ലാം കാരണം പോലീസുകാരൻ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഇല്യൂഷൻ പോലെ ഒരുപാട് കാര്യങ്ങൾ അയാളിപ്പോൾ കാണുന്നുണ്ട്. കത്തിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു തീ ഒരു മനുഷ്യന്റെ രൂപം പോലെ മാറിയിട്ട് അത് ഡാൻസ് കളിക്കുന്നത് പോലെ ഈ ഒരു അസിസ്റ്റന്റിനെ നോക്കുമ്പോഴത്തേക്കും അവന്റെ കണ്ണുകളുണ്ടല്ലോ അത് കറുത്ത് അവന്റെ മുഖമെല്ലാം മാറിയിരിക്കുന്നു. അതേപോലെ തന്നെ മുഖംമൂടിയില്ലിട്ട് ഒരുത്തൻ ഇതിനകത്തേക്ക് വന്നിട്ട് ഒരു ഡാൻസ് കളിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ആ ഒരു ബിഗ് ഫുട്ട് എന്ന് പറഞ്ഞ ആ ഒരു മൃഗം അത് മുന്നിൽ വന്ന് ഡാൻസ് കളിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അപ്പൊ ഇതൊന്നും മനസ്സിലാവാതെ ആ ഒരു പോലീസുകാരനകത്തിരിക്കുമ്പോൾ ഇപ്പൊ ക്യാൻസർ ബാധിച്ച ആ ഒരു രോഗിയെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അയാളുടെ അസുഖം മാറാൻ വേണ്ടി അയാളുടെ വയറ് ഒരു കത്തി ഉപയോഗിച്ച് കീറി ഓപ്പറേഷനുമായിട്ടുള്ള ഒരു കാര്യമില്ലാതെ വെറും കൈയോടെ തന്നെ ആ ഒരു ഓപ്പറേഷൻ അവർ ചെയ്യാണ്. ഇതെല്ലാം സംഭവിക്കുമ്പോഴും ആ ഒരു പേഷ്യന്റ് ഉണ്ടല്ലോ അയാളൊന്നും അലറി വിളിക്കുന്നത് പോലുമില്ല. എന്തോ ഒരു കട്ടിൽ കിടക്കുന്നത് പോലെ സാധാരണ രീതിയിൽ അങ്ങ് കിടക്കുകയാണ്. അതേസമയം ഒരു പോലീസുകാരനാണെങ്കിലോ ഇതെല്ലാം കണ്ടിട്ട് സഹിക്കാൻ പോലും കഴിയുന്നില്ല. അയാൾ ഇവിടെ നിന്ന് ആ ഒരു ടെന്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വോമിറ്റിംഗ് വരുന്നുണ്ട്. ആ ഒരു രീതിയിൽ അവിടെ നിൽക്കുമ്പോഴത്തേക്കും മുകളിലേക്ക് നോക്കുമ്പോൾ ഇപ്പൊ അടുത്ത ദിവസമായി. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ ഹീറോയുടെ അടുത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് അതുമല്ല ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പൊ കുഴപ്പമില്ല. അവനിപ്പോ കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഹീറോയുടെ മുന്നിലായിട്ട് ആ ഒരു പോലീസുകാരനിരിക്കുന്നു. അപ്പോൾ ഹീറോ പറയും, സാർ എന്റെ ഭാര്യയെ കാണാനില്ല, അവളെ ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും പോലീസുകാരൻ പറയും, ഈ ഒരു കാടിനുള്ളിൽ ബിഗ് ഫുട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ജീവിയുണ്ട്, അത് ആരുടെയും കണ്ണിൽ വിടാതെ ഇങ്ങനെ ചുറ്റി നടക്കാണ്. ഒരുപക്ഷെ ആ ഒരു മൃഗമായിരിക്കണം നിന്റെ ഭാര്യയെ കൊണ്ടുപോയിട്ടുള്ളത്, അത് വളരെ മോശമായിട്ടുള്ള ഒരു മൃഗമാണെന്നെല്ലാം പറയുമ്പോൾ ഇത് കേട്ട ഹീറോ ആണെങ്കിലും അത് വിശ്വസിക്കത്തില്ല. ഹീറോ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഒരിക്കലും ആ ഒരു മൃഗമൊന്നല്ല, അത് ആ ഒരു വേട്ടക്കാരാണ്, അവരാണ് എന്റെ ഭാര്യ എന്തോ ചെയ്തത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് ആ ഒരു പോലീസുകാരൻ പറയുന്നത്, നീ പറയുന്നത് പോലെയല്ല, ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ചില ആളുകളുണ്ട്, അവര് ഇന്നലെ ക്യാൻസറിന് മരുന്ന് പോലും ഇല്ലാതെ ഒരു ക്യാൻസർ പേഷ്യന്റ് അസുഖം മാറ്റിയത് ഞാൻ കണ്ടതേയുള്ളൂ. അതുമല്ല അവരുടെ തലവനായിട്ടുള്ള ഒരാളുണ്ട്, അയാൾ മരിച്ചിട്ട് ഒരുപാട് വർഷമായി, അയാളുടെ ആത്മാവാണ് ഈ ഒരു ബിഗ് ഫുട്ടായിട്ട് വന്ന് എല്ലാവരെയും കൊല്ലുന്നത് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ബിഗ് ഫുട്ടിനെ മനുഷ്യർ ഉപയോഗിക്കുന്നത് പോലെ പഴയ കാലത്തുള്ള അമ്പും വില്ലും അതേപോലെ തന്നെ കോടാലി ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പഴയ ആളുകളുടെ തലവന്മാരുണ്ടല്ലോ അവരാണ് ഈ ഒരു ബിഗ് ഫുട്ടായിട്ട് കാടിനുള്ളിൽ ചുറ്റി നടക്കുന്നത്. അതുകൊണ്ടാണ് ചിലർക്ക് മാത്രം അവരെ കാണാനുള്ള ആ ഒരു ശക്തിയുള്ളതും ആ ഒരു വേട്ടക്കാരുടെ ഗ്രൂപ്പിൽ ഒരാൾക്ക് മാത്രം അതിനുള്ള കഴിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ആ ഒരു കാര്യം കണ്ടതും.
അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്, അത് തന്നെയായിരിക്കും നിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്. അതുമല്ല, അതിന് നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ശക്തി ഇപ്പോൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ശരീരം ശരിയാവുന്നതിന് മുന്നേ നമ്മൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നിന്റെ ഭാര്യയെ രക്ഷിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും പരസ്പരം സഹായിച്ച് അതിനെ കൊല്ലാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കാടിനുള്ളിലേക്ക് പോയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പൊ ഈ ഒരു പോലീസുകാരനോട് ബിഗ് ഫുട്ടിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയെ രക്ഷിച്ചല്ലോ ആ ഒരു മന്ത്രവാദിനി അമ്മുമ്മയാണ്. കാരണം ഇന്നലെ ആ ഒരു പോലീസുകാരൻ ആ ഒരു ഗ്രാമത്തിലുള്ളവരോടൊപ്പം ചെലവഴിച്ചിട്ട് അത് കഴിഞ്ഞ് നേരെ വന്നത് ഈ ഒരു മന്ത്രവാദിനിയുടെ അടുത്തേക്കാണ്. അതുകൊണ്ടാണ് ഇവർ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവർ രണ്ടുപേരും ഇപ്പോൾ വെളിയിലേക്ക് പോകുമ്പോൾ ആ ഒരു മന്ത്രവാദിനി അമ്മ പറയുന്നുണ്ട്, ബിഗ് ഫുട്ടിനെ മറ്റുള്ളവരുടെ മണം പിടിക്കാനുള്ള ആ ഒരു കഴിവ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തോക്ക് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാലേ അതിന്റെ വെടിമരുന്നിന്റെ ആ ഒരു സ്മെല്ല് ഇതെല്ലാം ബിഗ് ഫുട്ട് പെട്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് തോക്കോ മറ്റു കാര്യങ്ങളോ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കത്തി, ഈട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അവരുടെ കയ്യിൽ കൊടുത്തുവിടും. അത് ഈ ഒരു പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളുണ്ടല്ലോ അതാണ്. അതുകൊണ്ട് മാത്രമേ ബിഗ് ഫുട്ടിനെ കൊല്ലാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെ പറഞ്ഞു വിടുന്നു. അപ്പോൾ ബിഗ് ഫുട്ടിനെ കൊല്ലാനായിട്ട് ആ ഒരു പോലീസുകാരനും ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോയും രണ്ടുപേരും ഇപ്പോൾ കാടിനകത്തേക്ക് നടന്നു പോകുമ്പോഴത്തേക്കും ആ ഒരു മന്ത്രവാദിനി അമ്മുമ്മ ഒരു ഡ്രം എടുത്ത് അതിൽ നല്ലതുപോലെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ വിചാരിക്കും ഇവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത് ചെയ്യുന്നതെന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് നടന്നു പോകുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും ബിഗ് ഫുട്ട് അവളെ കൊല്ലാതെ അവളെ വെറുതെ ഇങ്ങനെ ഉപദ്രവിക്കുകയാണ്. അതേപോലെ തന്നെ അവൾക്ക് കഴിക്കാൻ വേണ്ടി ഇത് കൊന്ന ആ ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടല്ലോ, ആ ഒരു ലീഡർ, അയാളുടെ ശരീരത്തിന്റെ ഭാഗം എടുത്ത് അവൾക്ക് കഴിക്കാനെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഹീറോയിന് ഇപ്പോൾ വേറെ വഴിയില്ലാതെ അതിങ്ങനെ കഴിക്കാണ്. കഴിക്കുന്ന സമയത്ത് തന്നെ അവൾ എന്താ ചെയ്യുന്നത് വെച്ചാല് അതിലെ കുറച്ചൊരു എല്ല് ഭാഗമുണ്ട് അതെടുത്ത് കയ്യിൽ വെച്ചേക്കും. അത് കഴിഞ്ഞ് ഒരു ബിഗ് ഫുട്ട് അവളെ ശ്രദ്ധിക്കാത്ത ആ ഒരു സമയത്ത് ഈ ഒരു എല്ല് അടുത്തുള്ള ആ ഒരു പാറയിൽ തേച്ച് നല്ല മൂർച്ച കൂട്ടുന്നുണ്ട്. പിന്നീട് കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ബിഗ് ഫുട്ട് അവളുടെ അടുത്ത് ഇങ്ങനെ വരുന്നതും അവൾ ആ ഒരു എല്ല് വെച്ച് അതിന് ഒരു ഒറ്റ കുത്ത് ഇത് തെറിച്ച് താഴേക്കൊന്ന് വീഴുന്നുണ്ട്. പക്ഷെ അതിന് ഒരു കുഴപ്പവും സംഭവിച്ചില്ല. കാരണം ഇതൊന്നും അതിനത്ര വലിയ കാര്യമൊന്നുമല്ല. അത് കഴിഞ്ഞിപ്പോൾ ഹീറോയിന്റെ അടുത്തേക്ക് ആ ഒരു ദേഷ്യത്തിൽ അവളെ കൊല്ലാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് ആ ഒരു മന്ത്രവാദിനി അമ്മമ്മ അടിക്കുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ അതിപ്പോൾ ഇത് കേൾക്കുന്നുണ്ട്. ഈ ഒരു ശബ്ദം കേൾക്കുന്നതും ഈ ഒരു ബിഗ് ഫുട്ട് അവിടെയുള്ള വല പോലെ എന്തൊക്കെയോ കുറെ ട്രാപ്പുകളുണ്ട് അതും എടുത്ത് ഈ ഒരു കാടിനകത്തേക്ക് നടന്നു പോവാണ്. അപ്പൊ അത് വെളിയിലേക്ക് പോകുന്ന ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ അവളുടെ കയ്യിൽ ആ ഒരു കെട്ടുണ്ടല്ലോ അത് വാഗോട്ട് തന്നെ കടിച്ചഴിച്ച് അതേപോലെ തന്നെ പഴയൊരു ഡ്രസ്സ് ഉണ്ട് അതും എടുത്തിട്ടിട്ട് ഇവിടെ വലിച്ചുകൊണ്ടുവന്ന ആ ഒരു വേട്ടക്കാരുടെ കയ്യിലുള്ള തോക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവളും ഈ ഒരു ഗുഹ വിട്ട് വെളിയിലേക്ക് ഇറങ്ങും. അതേസമയം ഈ ഒരു കാടിനകത്ത് ഇവർ രണ്ടുപേരും നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ആ ഒരു പോലീസുകാരൻ പറയുന്നത്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നടന്ന് ആ ഒരു ബിഗ് ഫുട്ട് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരെയും കൊല്ലും. അതുകൊണ്ട് ഒരു ചെറിയ ഡിസ്റ്റൻസിൽ രണ്ടുപേരും നടന്നു പോകും. എന്നിട്ട് അത് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കും മറ്റൊരാൾ വന്നിട്ട് അതിനെ അറ്റാക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ആ ഒരു ഡിസ്റ്റൻസിലാണ് നടന്നിങ്ങനെ പോവാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ പോലീസുകാരന്റെ പിറകെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഇയാളാണെങ്കിൽ പേടിച്ചിട്ട് അവർ കൊണ്ടുവന്ന ആ ഒരു കുന്തമുണ്ടല്ലോ അതെടുത്ത് താഴേക്ക് വെച്ച് അയാൾ ഈ ഒരു തോക്കകത്തേക്ക് കൊണ്ടുവന്നിരുന്നു. ആ ഒരു മന്ത്രവാദിനി അമ്മൂമ്മ പറഞ്ഞിട്ടും അയാൾ ആ ഒരു തോക്കകത്തേക്ക് കൊണ്ടുവന്ന് ആ ഒരു തോക്ക് വെച്ച് തന്നെ നിൽക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ബിഗ് ഫുട്ടിനെ അതിന്റെ സ്മെല്ല് നല്ലതുപോലെ കിട്ടുന്നുണ്ട്. ഇത് മനസ്സിലാക്കി ബിഗ് ഫുട്ട് പെട്ടെന്ന് തന്നെ അയാളുടെ അടുത്തേക്ക് ഓടി വരുന്നതും നമ്മുടെ പോലീസുകാരനെ അതിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബിഗ് ഫുട്ടിനെ അത് കൊണ്ടിട്ടും വലിയ രീതിയിലൊന്നും സംഭവിക്കുന്നില്ല. മുറിവുണ്ട്, വേദനയുണ്ട്, അത്രയേ ഉള്ളൂ. അതുപോലെ ഈ ഒരു ദേഷ്യക്കാരനെ ബിഗ് ഫുട്ട് അയാളെ പിടിച്ചിട്ട് അയാളുടെ കഴുത്ത് വലിച്ചു കയറി അയാളെ അങ്ങ് കൊല്ലുന്നു. അപ്പൊ ഈ ഒരു വെടിവെച്ചയുടെ ശബ്ദം കേട്ട് നമ്മുടെ ഹീറോ ആ ഒരു വശത്തേക്ക് നല്ല സ്പീഡിൽ ഇങ്ങനെ ഓടി വരികയാണ്. ഇപ്പൊ ഹീറോ ഓടി വന്ന് നോക്കുമ്പോഴത്തേക്കും പോലീസുകാരൻ അവിടെ മരിച്ചെടുക്കുന്നതാണ് കാണുന്നത്. ഇനിയിപ്പോ ഹീറോയ്ക്കും തന്റെ ജീവൻ രക്ഷിച്ചല്ലേ മതിയാവൂ. അതുകൊണ്ട് തന്നെ ആ ഒരു പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു തോക്ക് എടുത്തിട്ട് ഇപ്പൊ ഈ ഒരു ബിഗ് ഫുട്ട് എങ്ങോട്ടാണ് പോയതെന്ന് അറിയാൻ വേണ്ടി അതിന്റെ പിറകെ പോവാണ്. എന്താന്ന് വെച്ചാൽ അതിന്റെ ദേഹം മുറിഞ്ഞിട്ട് ഈ ഒരു രക്തം വീണതുകൊണ്ട് അത് ഫോളോ ചെയ്താണ് ഹീറോ പോകുന്നത്. അങ്ങനെ കുറെ ദൂരം നടന്നു ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ തോക്കും കൊണ്ട് ഈ ഒരു വശത്തേക്ക് നടന്നു വരുന്നു. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിൻ കണ്ടിട്ട് രണ്ടുപേർക്ക് സന്തോഷമായി. അപ്പോൾ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ ഹീറോയിനോട് പറയുന്നുണ്ട്, ദേ ആ ഒരു മരത്തിന് പുറകിലായിട്ട് ബിഗ് ഫുട്ട് ഉണ്ട്, അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ പറയുമ്പോൾ ഹീറോയിൻ അത് കേട്ട് പതിയെ ശബ്ദം ഉണ്ടാകാതെ ആ ഒരു മരത്തിന് പുറകിലേക്ക് ചെന്ന് അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അതുപോലെ അതിനെ കൊന്നതിന് ശേഷം ഒരു നിമിഷം പോലും അവിടെ നിൽക്കത്തില്ല. രണ്ടുപേരും നല്ല വേഗതയിലൂടെയാണ്. കാരണം ഇനി അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ കുറെ ദൂരം ഇവിടെ നിൽക്കാതെ ഇങ്ങനെ ഓടാണ്. ഓടി ഓടി അവസാനം ഒരിടത്തേക്ക് വന്ന് നല്ലതുപോലെ ശ്വാസം എടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ബിഗ് ഫുട്ട് വീണ്ടും കരയുന്ന ആ ഒരു ശബ്ദമുണ്ടല്ലോ അത് ഇവർക്ക് കേൾക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിനെ കൊല്ലാൻ കഴിയത്തില്ലേ എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ ഇപ്പൊ അവളോട് പറയും, ഓക്കെ, നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ജീവനോടെ പുറത്ത് പോയേ മതിയാവൂ, എന്നാലേ നമ്മുടെ മകനെ സംരക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ഒരു ബിഗ് ഫുട്ടായിട്ട് ഫൈറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് സമയം നിനക്ക് കിട്ടും. അതുകൊണ്ട് ആ ഒരു സമയം കൊണ്ട് നീ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. അത് എത്ര വേഗത്തിൽ ഓടാൻ കഴിയുമോ അത്രയും വേഗത്തിൽ ഓടി അതുവഴി വരുന്ന ഏത് വണ്ടിയായാലും കയറി രക്ഷപ്പെട്ട് പോകാൻ നോക്ക് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ കൊണ്ടൊരിക്കലും ഹീറോയെ വിട്ടിട്ട് പോകാനായിട്ട് കഴിയത്തില്ല. പക്ഷെ ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല, നീ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്
ഒരുപാട് സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നതും ഹീറോ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാണിക്കുമ്പോൾ ആ ഒരു ബിഗ് ഫൂട്ട് ആ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഹീറോ കയ്യിലുള്ള ആ ഒരു തോക്ക് ഉപയോഗിച്ച് ഇതിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എത്ര ഷൂട്ട് ചെയ്തിട്ടും അതിന് ഒരു കുഴപ്പമില്ല. അത് വീണ്ടും വീണ്ടും മുന്നിലേക്ക് തന്നെ വരുന്നു. അങ്ങനെ രണ്ടുപേരും നല്ലതുപോലെ ഫൈറ്റ് ചെയ്ത് അതിന്റെ അവസാനം ആ ഒരു ബിഗ് ഫൂട്ട് ഹീറോയെ അങ്ങനെ കഴുത്തിൽ പിടിച്ച് പൊക്കി മുകളിലേക്ക് എടുക്കുമ്പോൾ ഹീറോ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഒരു കത്തി എടുത്ത് അതിന്റെ കയ്യിലേക്ക് ഒരു ഒറ്റ വിട്ട് ഇത് കാരണം ഇത് അലറി വിളിച്ച് കരയാൻ തുടങ്ങുന്നതും അവിടെ നിന്നുള്ള ആ ഒരു കുന്തം എടുത്ത് ഹീറോ അങ്ങനെ ഓടുകയാണ്. ഓടി രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടുമ്പോഴത്തേക്കും ഇത് ഈ ഒരു കാടിനുള്ളിൽ കെണികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു കെണിയിൽ ഹീറോയുടെ കാലങ്ങ് കുടുങ്ങിപ്പോവും. അങ്ങനെ ആ ഒരു കെണിയിൽ വീണിട്ട് ഹീറോ അലറി വിളിക്കുകയാണ്. കാരണം അത്രയും വേദനയുണ്ട്, കാല് മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥ. അങ്ങനെ അത് വലിച്ചു വരാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഈ ഒരു ബിഗ് ഫൂട്ട് അടുത്തേക്ക് വന്ന് അവനെ കൊല്ലാനായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ കയ്യിൽ വെച്ചിരുന്ന ആ ഒരു കുന്തമുണ്ടല്ലോ അത് വെച്ചിട്ട് ഇതിന്റെ ദേഹത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കുത്താൻ തുടങ്ങും. കുത്തി അവസാനം ഈ ഒരു ബിഗ് ഫൂട്ട് മരിച്ചങ്ങ് താഴെ വീഴുകയാണ്. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന ഒരു കല്ലെടുത്ത് ഈ ഒരു ബിഗ് ഫൂട്ടിന്റെ തലയിലേക്ക് 2-3 തവണ ഇടിയെന്ന് പറഞ്ഞ് ഇടിച്ച് അതിനിപ്പോൾ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കുന്നതും അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ ഈ ഒരു കാടിലൂടെ കുറേ ദൂരം ഓടി അവസാനം എങ്ങനെയോ റോഡിനടുത്തേക്ക് എത്തി. അപ്പൊ എന്തായാലും ഹീറോയെ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതേസമയം ഇവിടെ ഹീറോ ആണെങ്കിലോ ഇതിനെ കൊന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ആ ഒരു ട്രാപ്പിൽ തന്നെ പെട്ടിരിക്കുകയാണല്ലോ. രക്തം ഒരുപാട് പോകുന്നുണ്ട്. ഓക്കെ, ഇനിയെങ്കിലും എഴുന്നേറ്റ് പോവാം, എന്തെങ്കിലും കാര്യം നോക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു അമ്പ് വന്ന് അവന്റെ വയറിലേക്ക് ഇങ്ങനെ കൊള്ളുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ കുറെ ദൂരെ നിന്നും വീണ്ടും ഈ ഒരു ബിഗ് ഫൂട്ടുകൾ അത് 1-2 ഒരുപാടുണ്ട് അവനെ ചുറ്റി ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് ആ ഒരു മന്ത്രവാദിനി അമ്മൂമ്മ പറഞ്ഞതുപോലെ തന്നെ ഈ ആദിവാസികളുടെ തലവന്മാരുണ്ടല്ലോ അവരുടെ ആത്മാക്കളാണ് ഈ ഒരു ബിഗ് ഫൂട്ടായിട്ട് ഇതിന്റെ ശരീരത്ത് കയറി അവരാണ് ഈ ഒരു ബിഗ് ഫൂട്ടായിട്ട് മാറി ഈ ഒരു കാടിനുള്ളിൽ ചുറ്റി നടക്കുന്നത്. കാണിക്കുമ്പോൾ ആ ഒരു ബിഗ് ഫൂട്ടെല്ലാം അവന്റെ ചുറ്റിനും അമ്പുവിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ മരിച്ചു, ഹീറോയിന് എന്തായാലും രക്ഷപ്പെട്ടു. എന്തായാലും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.